ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ടാറ്റാസ് ഒരു കണ്ടെയ്നർ ട്രക്കായിട്ട് നമ്മളിത് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഈ റിമോട്ടിലൂടെ ഇത് വർക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനത്തെ 2 പീസ് എടുക്കുക. സെയിം സൈസ് ആവണം കേട്ടോ. അതിൻ്റെ നമ്മൾ വണ്ടിയുടെ ഈ സൈഡ് ഭാഗത്തിൻ്റെ ഈ ഷേപ്പ് ഉണ്ടാകും. ഇത് നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ട് അത് നമ്മളൊന്ന് മുറിച്ചെടുക്കുക. ആ വിൻഡോ ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുക ഇങ്ങനെ. അതിൻ്റെ ഇങ്ങനത്തെ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ വളച്ചെടുക്കുക. എന്നിട്ട് ആ വളച്ച ഭാഗം നമ്മൾ ഈ നേരത്തെ സൈഡ് ഭാഗം ഉണ്ടാക്കിയെടുത്തില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് കേട്ടോ. നമ്മളിപ്പോൾ ടച്ച് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണേ. അതായിട്ട് 2 പീസ് ഉണ്ടാക്കിയില്ലേ, അതിനകത്ത് ഒരു പീസ് അപ്പുറത്തെ സൈഡിൽ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തന്നെ കേട്ടോ. കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള പീസ് ഈ സൈഡ് ഭാഗം ഒന്ന് വളച്ച് ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ നീളത്തിലുള്ള ചെറിയൊരു കാർബോണിൻ്റെ പീസസ് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് വളച്ച് കേട്ടോ. അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. കണ്ട ഇങ്ങനെ. എന്നിട്ട് അത് നമ്മൾ ഈ വണ്ടിയുടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ വേറൊരു നീളത്തിലുള്ള പീസ് എടുക്കുക. ആ പീസിൽ നമ്മൾ നേരത്തെ ചെയ്താൽ തന്നെ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് വളച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് ഒട്ടിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കിയിടുക. എന്നിട്ട് അതെടുത്ത് നമ്മളിത് ഈ വണ്ടിയുടെ ഇത് ഇവിടേക്കൊന്ന് കയറ്റി ഈ അടിക്കൂടെ കയറ്റി മുകളിലേക്ക് ഇതിങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതായിട്ട് നമ്മൾ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടാക്കിയെടുത്തുണ്ട് കേട്ടോ. എന്നിട്ട് ആ സീറ്റ് എടുത്ത് നമ്മളിത് ഇതിൻ്റെ ഇവിടേക്കൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ വേറൊരു വലിയ സീറ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പം അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തന്നെ കേട്ടോ. അതായിട്ട് നമ്മളൊരു സ്റ്റിയറിങ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ അതെടുത്ത് നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തന്നെ കേട്ടോ. അതായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഇങ്ങനെ ഒരു കാർബോണിൻ്റെ പീസിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ മുറിച്ചെടുത്തന്നെ കേട്ടോ. അതെടുത്ത് നമ്മളത് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാറ്റയുടെ ലോഗോവും ഇതിങ്ങനത്തെ ഒരു ഷീറ്റിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിൽ ഒട്ടിച്ചെടുക്കുക. അതായിട്ട് 2 നീളത്തിലുള്ള കാർബോണിൻ്റെ പീസ് എടുക്കുക. ഇത് നല്ല കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് 2 പീസ് ഒരുമിച്ച് ഒട്ടിച്ചെടുത്തുന്നത്. എന്നിട്ട് ആ പീസിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതിങ്ങനെ ഒരു നീളത്തിലുള്ള പീസ് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് മറ്റേ നീളത്തിലുള്ള പീസ് ഇവിടെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അങ്ങനെ കുറച്ച് പീസുകൾ എടുത്തിട്ട് നമ്മൾ കൂടി ചേർത്ത് ഇതുപോലെ ഒരു ഏണി പോലെ ആക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ചേസ് ആയിട്ട് ഉണ്ടാക്കണേ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അതായിട്ട് നമ്മൾ ടയറിന് വേണ്ടി ഇങ്ങനത്തെ കുറച്ച് റൗണ്ടിലുള്ള പീസുകൾ എടുത്താൽ ഇടാം. ഒരു 4 എണ്ണം ഇങ്ങനത്തെ ഒരു ഹോളുള്ള വേണം കേട്ടോ സെൻറ്ററിൽ. എന്നിട്ട് ഒരു ഹോളുള്ളതും ഒരു ഹോളില്ലാത്തതും ഇങ്ങനെ എടുക്കുക. അതായിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഷീറ്റില്ലേ, കാർഡ്ബോർഡിൻ്റെ ആ ഷീറ്റ് നമ്മൾ ഊരെടുത്തുന്നത് കാർഡ്ബോർഡിൽ നിന്ന് അതെടുത്ത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് റൗണ്ടിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്താൽ കേട്ടോ. അങ്ങനെ എല്ലാ ടയറും എടുത്താൽ കേട്ടോ. ഇങ്ങനെ ഇങ്ങനത്തെ ഒരു 4 ടയർ എടുക്കാം. എന്നിട്ട് ഈ ടയറിൻ്റെ ബാക്കിൽ നമ്മൾ ചെറിയൊരു റൗണ്ടിൽ മുറിച്ച കാർബോണിൻ്റെ പീസ് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ ഹോളില്ലാത്തൊരു ടയർ എടുത്ത് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്താൽ കേട്ടോ. അങ്ങനത്തെ നമ്മൾ 4 ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, അങ്ങനത്തെ 4 ടയർ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് എടുക്കുക. ആ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ നേരെ ഈ ടയറിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇത്ര നീളം മതി കേട്ടോ. അങ്ങനെ തന്നെ 2 ടയറിൽ ഇങ്ങനെ ചെയ്തെടുക്കുക.
എന്നിട്ടൊരു ഗിയർ മോട്ടർ എടുക്കുക. ആ മോട്ടർ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഷാഫ്റ്റ് ഈ ടയറിൻ്റെ ഇതിനകത്തേക്കും മറ്റേ ഷാഫ്റ്റ് മറ്റേ ഇതിനകത്തേക്കും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ 2 മോട്ടറിൽ 2 ഇതായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളൊരു PVCയുടെ പൈപ്പിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചേസിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാട്ടത്. ഇങ്ങനത്തെ 2 എണ്ണമായിട്ട് ഇങ്ങനെ എടുക്കുക കണ്ട. അതായിട്ട് നമ്മൾ ഫ്രണ്ട് ടയർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ 2 ടയർ എടുക്കുക. ആ ടയറിൻ്റെ ഉള്ളിലേക്ക് 2 സ്റ്റിക്ക് ഇങ്ങനെ ഇറക്കി വെച്ചെടുക്കുക. അതായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി എടുത്താണ് കേട്ടോ. ഇത് 2 പേപ്പറിൻ്റെ റോളുകൾ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് PVCയുടെ പൈപ്പ് അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തതാണ്. ഇങ്ങനത്തെ 2 എടുക്കുക. അതായിട്ട് ഇതിപ്പോൾ ഒരു കുടയുടെ കമ്പിയായിട്ട് നമ്മളെടുത്താണ്. ആ കമ്പി അടിഭാഗം ഒന്ന് വളച്ച് ഈ സാധനം ഒന്ന് മുകളിലേക്ക് ഇത് ഈ ഹോളിൽ കൂടെ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കാം. അതിൻ്റെ ഒരു PVCയുടെ പൈപ്പിൽ നമ്മളിത് ഇങ്ങനെ 2 ഹോൾ എടുത്തിട്ട് നീളത്തിൽ മുറിച്ചിട്ട് അതിനകത്തേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കമ്പി എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമില്ലേ, ഈ സംഭവം എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഈ PVCയുടെ ഹോളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ തന്നെ ഈ സൈഡ് ചെയ്യാം. ഇതിപ്പോൾ ചെയ്തെടുത്താണ് കേട്ടോ. അതിൻ്റെ വേറൊരു നീളത്തിലുള്ള PVCയുടെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ കമ്പി ഈ PVCയുടെ ഹോളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഈ 2 സാധനം ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ നീങ്ങണം കേട്ടോ. അതുകൊണ്ട് വേറൊരു ചെറിയൊരു PVCയുടെ പീസ് നീളത്തിൽ മുറിച്ച് ഇങ്ങനെ 2 ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇതിനകത്തേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ആക്സിൽ വർക്ക് ചെയ്യണേ. അതായിട്ട് നമ്മൾ ടയർ എടുക്കുക. എന്നിട്ട് ഈ പേപ്പറിൻ്റെ റോളിൽ നമ്മളവിടെ വെച്ചത് അതിനകത്തേക്ക് ഈ സാധനം ഇതിങ്ങനെ 2 ഇങ്ങനെ ഇറക്കി ചേർക്കാം. കണ്ടോ, അത് അപ്പോൾ ഓരോ നീങ്ങുമ്പോൾ മറ്റേത് ഇങ്ങനെ വർക്ക് കിട്ടാം. നമ്മളിവിടെ ഒരു ലോക്ക് പോലെ എന്നിട്ട് PVCയുടെ പൈപ്പ് റൗണ്ടിൽ മുറിച്ച് ഇങ്ങനത്തെ ഷേപ്പാക്കി എടുത്താൽ കേട്ടോ ഷീറ്റ്. അടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടയർ അവിടെ നിന്ന് ഊരി പോയില്ല. വേണ്ട, ഇപ്പോൾ സംഭവം അടിയിലായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു കമ്പി നമ്മൾ വളച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടർ എടുക്കുക. അതിൻ്റെ ഇടയിൽ PVCയുടെ പൈപ്പിൻ്റെ ഷീറ്റ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്താണ്ട് അതുകൊണ്ട് ഈ മോട്ടറിൻ്റെ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മളൊരു കമ്പി ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ വേറൊരു PVCയുടെ ഷീറ്റിൽ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതുകഴിഞ്ഞിട്ട് എതിർത്തിട്ട് നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ആ കമ്പി വളച്ച് വെച്ചില്ലേ, ആ വളച്ചതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മോട്ടറിൻ്റെ കമ്പി ഇങ്ങനെ കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ ആക്ച്വലി ഇങ്ങനെ നീങ്ങൂട്ടോ. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണത്. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചേസില്ലേ, ആ ചേസിലേക്ക് നമ്മൾ ഈ ബാക്കിലത്തെ ടയർ ഇതിങ്ങനെ വേറെ 2 ബാക്കിലത്തെ ടയർ ഉണ്ടാക്കിയില്ലേ, അത് 2ഉം ഇതിങ്ങനെ ചൊട്ടിച്ചെടുക്കുക. പിന്നെ ആ ഫ്രണ്ടിലത്തെ ടയർ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ ടയറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ടയറും സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. നമ്മൾ ഈ ഫ്രണ്ടിൽ ഒരു മോട്ടർ വെച്ച് അതങ്ങനെ വർക്ക് ചെയ്യാത്തായിരുന്നു നമ്മൾ 2 മോട്ടർ വെച്ചാണ് കേട്ടോ. കുറച്ചുകൂടി ബലം കിട്ടുന്നത്. വെയിറ്റ് വിടുമ്പോൾ അവിടെ നീങ്ങാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് 2 മോട്ടർ വെച്ചാണ്. നമ്മുടെ ഈ ബാക്കിലത്തെ 2 വയർ ഒരു വയറാക്കിയത് ഇങ്ങനെ കണക്ട് ചെയ്തെടുത്തുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഫ്രണ്ടിൽ അങ്ങനെ ആക്കിയെടുത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമില്ലേ, ആ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ ചേസിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തുണ്ട് കേട്ടോ. കണ്ടോ, അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ സംഭവമില്ലേ, ഇതിൻ്റെ ഇവിടേക്ക് നമ്മൾ ഒരു കാർബണിൻ്റെ പീസ് നീളത്തിൽ മുറിച്ചത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനകത്തെടുത്തിട്ട് നമ്മൾ നേരെ
ഈ വണ്ടിയുടെ ഇത് ഇവിടേക്കൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അടിഭാഗത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതിപ്പോൾ അത് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. ഗൈസ് ഇത് വർക്ക് ചെയ്യണത് കാണിച്ചു തരാം. ഈ ബാറ്ററി വെറുതെ കൊടുത്താൽ ഈ 2 മോട്ടർ ഇങ്ങനെ ഒരുമിച്ച് കറങ്ങും. വേണ്ട സംഭവം ഇതിലിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ. ഫ്രണ്ട് ബാക്കൊക്കെ ഇങ്ങനെയാണ് ഫ്രണ്ട് വർക്ക് ചെയ്യണേ. അതായത് നമ്മളിത് ഇങ്ങനെ ഒരു കാർബണിൻ്റെ ബേസിൽ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു 2 എണ്ണം വേണം. അതെടുത്തിട്ട് നമ്മൾ ഈ ടയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതേത് ഇങ്ങനെ ഒന്ന് വേണ്ട ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വേണ്ട ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ അപ്പർ സൈഡും ചെയ്യുക. അതുകഴിഞ്ഞിട്ട് 2 ഇങ്ങനെ പെട്ടി പോലെ ഉണ്ടാക്കി തന്നെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ടാങ്കിന് വേണ്ടിയാണത്. അടുത്തിട്ട് ഒരെണ്ണം ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ആ ചേച്ചിൽ നമ്മൾ ഫുള്ള് ബ്ലാക്കായിട്ട് അടിച്ചെടുത്താണ്. പിന്നെ വണ്ടിയുടെ ഉള്ളിലെ സീറ്റിനും ആ സ്റ്റീറിങ്ങിനൊക്കെ നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റിന് വേണ്ടി നമ്മൾ വെള്ള ഷീറ്റിൽ ഇങ്ങനത്തെ ഷേപ്പ് വരച്ച് മുറിച്ച് ഒട്ടിച്ചിരുന്നതാണ് ഇത്. പിന്നെ 2 സൈഡ് മിററുടെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട്. പിന്നെ നമ്മളെ കണ്ടെയ്നർ ലോക്കാണ് ഈ സംഭവമില്ലേ. ഈ സംഭവം നമ്മൾ ബാക്കിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തുണ്ട് കേട്ടോ. ആ മോട്ടർ ഫ്രണ്ടിലത്തെ 2 മോട്ടറിൻ്റെ വയറും ബാക്കിലത്തെ 2 മോട്ടറിൻ്റെ വയറും 4 വയറായിട്ട് നമ്മൾ ഇതിങ്ങനെ എടുത്തു തന്നെ കേട്ടോ. ഇതായിരുന്നു നമ്മളതിൻ്റെ റിമോട്ട് ഇട്ട് ഉപയോഗിക്കണേ. അതായിട്ട് നമ്മൾ ഈ കാർബണിൻ്റെ പീസിൽ നമ്മളൊരു 6 സ്ക്രൂ ഇങ്ങനെ അടിച്ചെടുത്താണ് കേട്ടോ. 3 വെച്ച് ആ സ്ക്രൂവിൻ്റെ വയറ് പോയത് നമ്മുടെ മോട്ടറിലേക്ക് കേട്ടോ. 3-ൻ്റെയും പിന്നെ മറ്റേ 2 വയറ് നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് നടത്താണ്. നമ്മളൊരു 4 ലിഥിയം ബാറ്ററി ഇതിന് വേണ്ടി ഉപയോഗിച്ചാണ്. ഇത് കേട്ടോ. ഇതാണ് നമ്മൾ ബാറ്ററി ഉപയോഗിച്ചാണ്. അടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെടുത്ത് ഇതിങ്ങനെ ഒന്ന് വെച്ചെടുക്കാം. ഇതിപ്പോൾ വർക്ക് ചെയ്യണത് ഇത് നമ്മളിങ്ങനെ നീക്കുമ്പോൾ 2 സ്ക്രൂവുമ്പോൾ തട്ടുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യണം കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ കണ്ടോ. ഇപ്പോൾ ഫ്രണ്ട് ആക്സിൽ വർക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ബോർഡിലായിട്ട് വർക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് നീക്കുമ്പോൾ കണ്ട വണ്ടി റിവേഴ്സും ഫോർവേഡും സംഭവം ഡീലായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ട കേട്ടോ. അയച്ചണ്ട സംഭവം ഡീലായിട്ട് ഓടാൻ കേട്ടോ വണ്ടി. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ സാധനം തമ്മിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.